ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മളിപ്പോൾ സ്കൂൾ അടയ്ക്കാൻ പോവുകയാണല്ലോ. അപ്പോൾ സ്കൂൾ അടച്ച് കഴിയുമ്പോൾ എങ്ങനെ കുട്ടികളുടെ ടൈം ഉപയോഗപ്രദമായി വിനിയോഗിക്കാം, എങ്ങനെ കുട്ടികളെ മാനേജ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള കുറച്ച് സിമ്പിൾ ടിപ്സാണ് കേട്ടോ പറയാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ കുട്ടികളെ എഴുതാനും വായിക്കാനും പഠിപ്പിക്കുക, അതുപോലെ തന്നെ അവർക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് മേടിക്കാൻ വരുന്ന ഒന്നാണ് കളിക്കുടുക്ക. കളിക്കുടുക്കയുണ്ട്, മിന്നാമിന്നിയുണ്ട്. രണ്ടിന് 25 രൂപയാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ കളിക്കുടുക്കയാണ് കേട്ടോ ഇച്ചിരിയും കൂടെ നല്ലത്. പ്രമോഷനൊന്നും വേണ്ടിയല്ല, എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. കാരണം കളിക്കുടുക്കയുടെ കൂടെ എപ്പോഴും ഒരു സമ്മാനം ഉണ്ടാകും. അപ്പോൾ ഞാൻ മേടിച്ചിട്ടുള്ളത് 2 കളിക്കുടുക്ക, ഒരു മിന്നാമിന്നിയാണ്. അപ്പോൾ മിന്നാമിന്നി കുഞ്ഞൂസിനാണ് മേടിച്ചത്, അതിൻ്റെ കൂടെ സമ്മാനം ഒന്നും കിട്ടിയില്ല. പക്ഷേ കളിക്കുടുക്കയുടെ 2ൻ്റെയും കൂടെ ഓരോ സമ്മാനം കിട്ടി. 3 കളിക്കുടുക്ക 75 രൂപയാണ് കേട്ടോ. അത് 3 മേടിച്ചത്. അതായത് 3 കഥയായിരിക്കും അപ്പോൾ അതിൻ്റെ അകത്തുള്ളത്. 3 വെറൈറ്റി ആയിട്ട് മേടിക്കുക. അപ്പോൾ നിങ്ങൾ 2 കുട്ടികളുണ്ടെങ്കിൽ 2 മേടിക്കുക, ഒരേപോലത്തെ മേടിക്കാതിരിക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരം ആക്ടിവിറ്റീസും ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വളരെയധികം ടൈം അത് വെച്ചിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് കളർ കൊടുക്കാനുള്ളത്, അതുപോലെ തന്നെ കുഞ്ഞു കുട്ടിയാണെന്നുണ്ടെങ്കിൽ കുത്തുകളിൽ കൂടെ വരയ്ക്കാനുള്ളതൊക്കെ ഉണ്ടാവും. വായിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളാണെങ്കിൽ, സ്കൂളിൽ പുസ്തകം വായിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളാണെങ്കിൽ കൂടിയും കളിക്കുടുക്കയിലെ അക്ഷരങ്ങളൊക്കെ വായിച്ച് അവരെ കഥയുടെ ബാലൻസ് എന്താണെന്ന് അറിയാനുള്ള ഇൻട്രസ്റ്റ് വെച്ചിട്ട് അവരത് വായിച്ചുകൊണ്ടിരുന്നോളും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കണ്ട ഒരു മുഖംമൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെട്ടിയെടുത്ത് കാട്ടിക്കടലാസിനകത്ത് ഒട്ടിച്ചിട്ട് അതിനകത്ത് ചരടൊക്കെ കോർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി മുഖംമൂടിയാകും. അപ്പോൾ അവൾ അതിനുവേണ്ടി പോയിട്ടോ. അപ്പോൾ ആ ചൂട്ടനാണെങ്കിൽ അതിൻ്റെ അകത്ത് കുത്തുകളിൽ കൂടെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വരയ്ക്കാനായിട്ട്. അപ്പോൾ കുട്ടികൾ ഒത്തിരി സമയം അതുമായിട്ട് കളിച്ചോളും. അപ്പം അതിൻ്റെ കൂടെ തന്നെ കളിക്കുടുക്കയില്ല. അടുത്തായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് പടങ്ങളൊക്കെ വെട്ടി ഒട്ടിക്കാനൊക്കെ വേണ്ടിയാണ്. അപ്പോൾ എല്ലാ ആക്ടിവിറ്റീസും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ കുക്ക് ചെയ്യാനൊക്കെയുള്ള ചെറിയ ടിപ്സുകളും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. ഇതിൻ്റെ അകത്ത് കുത്തുകളിൽ കൂടെ അക്ഷരങ്ങൾ എഴുതാനും ഉണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് അക്ഷരങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കും. പിന്നെ അടുത്തത് കളർ കൊടുക്കാനുള്ള ആക്ടിവിറ്റീസൊക്കെയാണ്. അപ്പോൾ പല നിറത്തിലുള്ള കളറുകൾ കൊടുത്ത് കുട്ടികൾക്ക് അവരുടെ ക്രിയേറ്റിവിറ്റി കൂട്ടാനായിട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട്. 10 രൂപയുടെ ക്രയോൺസ് അവൈലബിൾ ആണല്ലോ. അപ്സരയുടെ 12 രൂപയുടെ ക്രയോൺസ് ഇച്ചിരിയും കൂടെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പെട്ടെന്ന് ഒടിഞ്ഞു പോകില്ല, അതുപോലെ തന്നെ നല്ല കളറും ഉണ്ട്. 10 രൂപയുടെ ക്രയോൺസ് പെട്ടെന്ന് പോകും കേട്ടോ. അപ്പോൾ നിങ്ങൾ മേടിക്കുമ്പോൾ 2 രൂപയുടെ കൊടുത്തിട്ട് ഒരു അപ്സരയുടെ ക്രയോൺസ് മേടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പോൾ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന യൂണിബിക്കിൻ്റെ കോക്കനട്ട് കുക്കീസാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുക. പക്ഷേ നഷ്ടമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഒരു പാക്കറ്റിനകത്ത് 6 ബിസ്ക്കറ്റാണ് ഉള്ളത്. പക്ഷേ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് മേടിച്ചതിൽ 4-5 ബിസ്ക്കറ്റ് കഷ്ടി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. തേങ്ങ ചിരണ്ടി വെച്ചിട്ട് വട്ടത്തിൽ റൗണ്ടിൽ ഉരുട്ടി എടുത്തിട്ടുള്ള ഒരു ടേസ്റ്റാണ്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. കുട്ടികളോട് ഇഷ്ടമാണെന്ന് ചോദിച്ചു നോക്കട്ടെ. ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് മേടിച്ചില്ല. നല്ലതാണ്, തേങ്ങയുടെ രുചിയുണ്ട്. തേങ്ങയാണ്, തേങ്ങ ഉരുട്ടി വെച്ചേക്കണെയാണ് ബിസ്ക്കറ്റ് പോലെ. പക്ഷെ 5 എണ്ണം ഉള്ളൂ ഒരു പാക്കറ്റിൽ. വേണ്ട, ഞാനിത് ഒരു പാക്കറ്റ് തിന്നാർന്നു. ഞാൻ 4 പാക്കറ്റ് മേടിച്ചാർന്നു. ഇനിയിപ്പോൾ കളിക്കുടുക്ക മേടിച്ച് പൈസ കളയണ്ടാന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വൈറ്റ് പേപ്പർ, പഴയ ബുക്കുകളൊക്കെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് കുട്ടികളുടെ ബാലൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ പേപ്പറുകളൊക്കെ നിങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലത്തെ കുറച്ച് ക്രയോൺസൊക്കെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ അതുമായിട്ട് നല്ല അടിപൊളി പടങ്ങളൊക്കെ വരച്ചോളും. അപ്പോൾ ക്രയോൺസ് വെച്ചിട്ട് നല്ല അടിപൊളി പിക്ചേഴ്സൊക്കെ വരച്ചോളും. എന്നിട്ട് അതിന് കളർ കൊടുക്കാനായിട്ട് അവരോട് പറയുക. അപ്പോൾ അവർ കളർ കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ടൈം എഫക്റ്റീവായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അവർ കളറൊക്കെ അടിച്ച് കഴിയുമ്പോൾ അവരോട് പറയുക നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ അവർക്കത് ഒത്തിരി ഇഷ്ടമാകും.
അടുത്തൊരു ഐഡിയ എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ കുട്ടികൾക്ക് പഴയ ടെഡി ബിയറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് കുട്ടികളുടെ പഴയ ഡ്രസ്സുകളൊക്കെ ഇടിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് ആച്ചൂട്ടൻ്റെ ടെഡി ബിയർ ആണ്. ഇതിൻ്റെ പേര് കുഞ്ഞൂട്ടൻ എന്നാണ് അവൾ ഇട്ടേക്കണത്. അവൾ എംഫോടെക് ചാനൽ കണ്ടപ്പോൾ അതിനകത്ത് കുഞ്ഞൂട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരു കരടീനെ കണ്ടു. അപ്പോൾ അതിൻ്റെ അകത്ത് എംഫോടെക്കിലെ പയ്യന് കുട്ടി ഉണ്ടായപ്പോഴാണ് ഇപ്പോൾ അങ്ങനെ ഒരു കരടീനെ അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ആ പേരാണ് അതിന് ഇട്ടത്, കുഞ്ഞൂട്ടൻ. ശരിക്കും പറഞ്ഞ് ഞെട്ടിപ്പോൾ, ഇത്രയും കുഞ്ഞു കുട്ടി അത് ടി വിയിൽ വീഡിയോ കണ്ടിട്ട് അങ്ങനെ പേരിട്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ. അപ്പോൾ ഞാൻ കുഞ്ഞായിക്കുട്ടൻ അത് കണ്ടിട്ട് കുഞ്ഞായിക്കുട്ടനോട് ഒരു ഉടുപ്പ് എടുത്തിട്ട് വരാൻ പറഞ്ഞു. അവൾ അവിടെ പോയി ഒരു ഉടുപ്പൊക്കെ എടുത്തു വന്ന് അവളുടെ ഭാവിക്ക് ഉടുപ്പൊക്കെ ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ അങ്ങനെ ഉടുപ്പൊക്കെ ഇടിയിക്കുമ്പോൾ അവർക്കത് ഭയങ്കര സന്തോഷമാവും. പിന്നെ അതൊക്കെ വെച്ചിട്ട് അവർ കളിച്ചോളും. കാണിച്ച അങ്കമാടിയിലെ ഗിഫ്റ്റ് നല്ല രസമുണ്ട്, സൂക്ഷിച്ചു വെച്ചോ കേട്ടോ. പക്ഷെ ആച്ചൂട്ടിന്റെ അടുത്തൊരു ടിപ്പ് എന്ന് പറയാൻ, നിങ്ങളുടെ അതിലുള്ള പഴയ ഷോളുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അവരുടെ പാകത്തിന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ തലയിലിട്ടോ കുറച്ചേരൊക്കെ കളിച്ചോളും. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ 5 രൂപയ്ക്ക് കിട്ടുന്ന പശയാണ്. ഇത് ചൈൽഡ് സേഫ് പശയാണ്. അതായത് കുട്ടികൾ വായിൽ വെച്ചാലൊന്നും കുഴപ്പമില്ല എന്നൊക്കെയാണ് അതിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ട്. ചൈൽഡ് ടോക്സിക് ഒന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഫെവിക്കോൾ മേടിച്ച് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് പിക്ചേഴ്സ് വെട്ടിയെടുത്തിട്ട് ഒട്ടിക്കാനായിട്ട് പറയാം അവരോട്. അപ്പോൾ ഏതെങ്കിലും പിക്ചർ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓർഡർ മാറ്റി കൊടുത്തിട്ട് അവരോട് ഒരു പേപ്പർ എടുത്ത് കൊടുത്തിട്ട് അതിനകത്തോട്ട് ഒട്ടിക്കാനായിട്ട് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് അവരുടെ ഹാൻഡ് ടു ഐ കോർഡിനേഷൻ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അവരത് നന്നായിട്ട് വെട്ടിയെടുത്ത് ഒട്ടിക്കും. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആവും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ കുട്ടികൾ ഒത്തിരി സമയം അത് വെച്ചിട്ട് കളിച്ചോളും. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ആ മുഖംമൂടി വെട്ടിയെടുത്ത് ഒരു കട്ടിക്കടലാസിനകത്ത് ഒട്ടിച്ചിട്ടുണ്ട്. മുടിയുടെ കണ്ണിൻ്റെ സ്ഥാനത്തും ചെവിയുടെ ഭാഗത്തും ഹോളിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കുട്ടികൾക്കത് വെച്ചുകൊണ്ട് നടക്കാനായിട്ട് സാധിക്കും. ചരട് കിട്ടുന്നതിനൊക്കെ നല്ലത് വീതിയും നീളവുമുള്ള അലാസ്റ്റിക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കുട്ടികളുടെ തലയിൽ ഇത് കറക്റ്റ് ഫിറ്റായിട്ട് ഇരുന്നോളും. ഇപ്പോൾ എനിക്ക് റബ്ബർ ബാൻഡ് ചരട് ഒന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും അതിനകത്ത് ഇതുവരെ വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ആച്ചൂട്ടിന് അത് വെച്ച് കൊടുക്കുകയാണ്. അതെന്തായാലും ഭയങ്കരമായിട്ട് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുണ്ട്. അത് വെച്ച് കഴിഞ്ഞപ്പോൾ ശരിക്കും ഒരു കുരങ്ങൻ്റെ മുഖം പോലെ വന്നേക്കണോണ്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടുത്തതായിട്ട് നിങ്ങളുടെ അതിൻ്റെ പിക്ചേഴ്സ്, വലിയ പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ അത് ഒരു കട്ടിക്കളാസിനകത്തോട്ട്, അതായത് കട്ടിക്കളാസ് എന്ന് പറഞ്ഞാൽ ബുക്കിൻ്റെ പുറന്തട്ടിയാണെന്നുണ്ടെങ്കിൽ അത് മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് ഒട്ടിച്ചെടുത്തതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കുക. ഓർഡറിൽ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങളങ്ങ് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം അതിനകത്ത് നമ്പേഴ്സ് എഴുതിയെടുക്കുക. ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇങ്ങനെ തന്നെ കിട്ടിയതാണ് കേട്ടോ കളിക്കുടുക്കിക്കകത്തുനിന്ന് ഒരു. അപ്പോൾ അത് ഞങ്ങൾ വെട്ടിയെടുത്ത് ഒട്ടിച്ചേക്കണെയാണ്. ഇപ്പം ഇത് മൊത്തം വെട്ടിയെടുത്ത് ആച്ചൂട്ടിനാണ് കേട്ടോ. ഇപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് സാമ്പാർ കഴിച്ചതിൻ്റെ അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവളത് വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ കുഞ്ഞായിക്കുട്ടൻ ഒരു പ്രാവശ്യം കാണിച്ചു കൊടുക്കുകയാണ് അത് എങ്ങനെയാണ് വെക്കേണ്ടതെന്നുള്ളത്. അതിനുശേഷം ആച്ചൂട്ടിനോട് വെക്കാൻ പറയുവാണ്. അവളത് വളരെ ടൈം എടുത്തിട്ടാണെങ്കിലും വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തീരെ കുഞ്ഞു കുട്ടി, അതായത് LKG UKG യിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ 1 2 3 വളരെ പെട്ടെന്ന് പഠിക്കാനായിട്ട് ഉള്ളൊരു എഫക്റ്റീവ് വേ ആണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ വെറുതെ നമ്പേഴ്സ് കടയിൽ നിന്ന് കാശ് കൊടുത്ത് മേടിക്കുന്നതിനേക്കാളും ഇച്ചിരിയും കൂടെ പെട്ടെന്ന് അവരിത് പഠിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ അതിൽ ഇങ്ങനെ റെഡിമെയ്ഡായിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം വലിയൊരു പിക്ചർ ഇതുപോലെ വെട്ടിയെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ടെഡി ബിയറിൻ്റെ പടം ഒരു പേപ്പറിൽ വരച്ചെടുത്തിട്ട് അത് കളർ കൊടുത്തതിന് ശേഷം വെട്ടിയെടുത്തിട്ട് അതിൻ്റെ അകത്ത് 1 2 3 നമ്പേഴ്സ് ഇട്ടിട്ട് അവർക്ക് കൊടുത്താൽ മതി. അപ്പോൾ അവരത് റെഡിയാക്കി. അതുപോലെ ടെഡി ബിയർ മാത്രമല്ല, എന്തെങ്കിലുമൊക്കെ മിക്കി മൗസ്, പൂച്ച, പൂവ്, അങ്ങനെ പലതരം നിങ്ങൾക്ക് സെറ്റുകൾ ഉണ്ടാക്കാം. ഒരു 3-4 സെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്ത് കൊടുത്തിട്ട് അത് ഫുള്ള് ഓർഡറിലാക്കാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പണികളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അവരത് ഫുള്ള് ഓർഡറിലാക്കി കഴിയുമ്പോൾ നിങ്ങളെ വിളിച്ച് കാണിക്കും. ഇപ്പോൾ കുഞ്ഞായി അത് തെറ്റിച്ചിട്ട് ആച്ചുവിന് കൊടുക്കുകയാണ്. അപ്പോൾ ആച്ചൂട്ടിനത് കറക്റ്റായിട്ട് ഓർഡറിലാക്കുന്നത് നമുക്ക് കാണാം. ലാസ്റ്റ് അല്ല, 1 2 3 അനുസരിച്ച് വെക്ക്. അവക്കറിയാം 2 എവിടെയാന്ന്. ആച്ചു 2 ഏതാ, 3 ഏതാ, 3 ഏതാ? ഇപ്പൊ കരടിപ്പാവയുടെ ശരീരം, കൈ 4 എവിടെയോ? ഇത് 4 എടുത്തിട്ട് നമ്മള് ഇപ്പൊ കരടിപ്പാവയുടെ 5 എവിടെയാ? 5 എവിടെയാ? 5 നമ്മൾ എടുത്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. 6 എവിടെയാ? ശരീരം 6 എവിടെയാ?
6 എവിടെയാ? 5 കഴിഞ്ഞ് 6 എടുക്ക്. ഞാൻ ശരിയായിട്ട് അറിഞ്ഞിരുന്നത് അറിയാത്ത പോയതാണ്. അറിയാതെ വെക്കില്ലേ? 7 എവിടെയാ? 7 ഇവിടെ ഇങ്ങനെ ഇത് ഞാൻ അവിടെ ലാസ്റ്റത്തെ 8. 8 ഇവിടെ. ഓക്കേ, വാവ്, ആച്ചൂട്ട നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കിയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി ഇച്ചിരൂടെ ഫിനാൻഷ്യലി സെറ്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ബോർഡുകൾ മേടിക്കാനായിട്ട് കിട്ടും. അതിൻ്റെ പാർട്സുകൾ ഇങ്ങനെ ഡിസ്പാൻഡിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അവിടെ നിന്ന് ചെയ്യാം. വേണ്ട, തെറ്റായ ഭാഗത്തൊന്നും കൊണ്ടുവയ്ക്കരുത്. അമ്മയ്ക്ക് വേണ്ട, കുഞ്ഞാക്കുട്ട എടുത്തോ. കുഞ്ഞാക്കുട്ടിനോട് ബോറടിക്കുമ്പോ ഉണ്ടാക്കാലോ. ശരി, ഒരു മാനിന്റെ കൂടി ഉണ്ട് ഞങ്ങളുടെ അടുത്ത്. ആണോ? മാനിന്റെ കുറച്ച് പാർട്സ് കാണുന്നില്ല. ഇതിന്റെ എല്ലാ പാർട്സും ഞാൻ 2 കിട്ടിയപ്പോ അതാ. ഇതിൻ്റെ സാധനങ്ങൾ വെറുതെ ഇങ്ങനെ യോജിപ്പിച്ച് വെച്ചാൽ മതി, അത് കറക്റ്റായിട്ട് ഫിറ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ അങ്ങനെ ഒത്തിരി പിക്ചേഴ്സ് അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഇത് കട്ടിക്കടലാസ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് അതുപോലെ കളിക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അതുപോലുള്ള എന്തെങ്കിലും ഐഡിയാസ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഇടയ്ക്ക് കുട്ടികളെ കൊണ്ട് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് അത് വളരെയധികം ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഈ കൂട്ടത്തിൽ കുഞ്ഞൂസ് ഇല്ല കേട്ടോ, ഇവർക്ക് രണ്ടൊക്കെ അസുഖം ആയതുകൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നതായിരുന്നു. അപ്പം അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും പുറത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട്. അപ്പോൾ അവരുടെ വെക്കേഷൻ നിങ്ങൾ അടിപൊളിയാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങളോട് ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. ഈ പെൺകുട്ടികളാണ് നിങ്ങൾക്കുള്ളതെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലുള്ള ഫാൻസി ഐറ്റംസ്, അതുപോലെ ക്യൂട്ടെസ്, മാല, പൊട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ നല്ല നല്ല നെയിൽ പോളിഷ് അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുത്തേക്കുവാണെന്നുണ്ടെങ്കിൽ അവർ തന്നെ കയ്യിലിട്ടോളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോനെ കുറിച്ചുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ വീട്ടിലെ അമ്മമാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.